കൊല്ലം പോർട്ടിലെത്തിയ കൂറ്റൻ ബാർജ് തീരം വിടാനൊരുങ്ങുന്നു. ഗുജറാത്തിൽ നിന്ന് 11 ദിവസം കൊണ്ടാണ് ബാർജ് കൊല്ലത്തെത്തിയത്. ഇന്ധനവും ശുദ്ധജലവും നിറയ്ക്കാനായാണ് ഇവ കൊല്ലം പോർട്ടിൽ എത്തിച്ചത്. ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ നിന്ന് തമിഴ്നാട്ടിലെ കാട്ടുപുള്ളിയിലേക്ക് പോവുകയായിരുന്ന കൂറ്റൻ ബാർജും ടഗുമാണ് കൊല്ലം പോർട്ടിൽ അടുപ്പിച്ചത്. ഇന്ധനവും ശുദ്ധജലവും നിറയ്ക്കാനായാണ് ഇവ കൊല്ലം പോർട്ടിൽ എത്തിച്ചത്. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്ന കൂടുതൽ ഭാരദ്വഹന ശേഷിയുള്ള JU B1 ബാർജും ഡോൾഫിൻ 16 എന്ന ടഗുമാണ് കൊല്ലം പോർട്ടിൽ അടുപ്പിച്ചത്. യാത്രക്കിടയിൽ ഇന്ധനം തീരുമെന്ന അവസ്ഥ വന്നതോടെയാണ് കൊല്ലം പോർട്ടിൽ ടഗ് അടുപ്പിക്കാൻ തീരുമാനമായത്. ഇതിനിടയിൽ ബാർജ് സുരക്ഷിതമായി പോർട്ടിലെത്തിക്കാൻ വിഴിഞ്ഞത്തുനിന്ന് ഓഷ്യൻ സ്പിരിറ്റ് എന്ന ടഗും അനുഗമിച്ചു. കൊല്ലം പോർട്ടിൽ വെച്ച് ഇന്ധനം നിറച്ചതോടെ കൊല്ലം തീരം വിടാൻ ഒരുങ്ങുകയാണ്. ഇത് മുന്ദ്ര പോർട്ടിൽ നിന്നും 1-ാം തീയതി ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൽ നിന്നും 1-ാം തീയതി പുറപ്പെട്ടതാണ്. കാട്ടുപള്ളി പോർട്ടിലോട്ടാണ് ഇതിൻ്റെ യാത്ര. മധ്യേ വെച്ച് ഡീസലും വെള്ളവും തീരാറായപ്പോഴത്തേക്കിന് കൊല്ലം പോർട്ടിലോട്ട് വന്ന് ഡീസലും വെള്ളവും നിറയ്ക്കാനായിട്ടാണ് ഇവിടെ വന്നത്. 11-ാം തീയതി കൊല്ലം പോർട്ടിലെത്തുകയും ഇന്നലെയോടുകൂടി ഡീസലും വെള്ളവും നിറച്ച് കഴിയുകയും ഇവർ കാട്ടുപള്ളി പോർട്ടിലേക്ക് യാത്ര തിരിക്കാനായിട്ട് 11:30 റെഡിയായിട്ട് നിൽക്കുകയാണ് കൊല്ലം പോർട്ടിൽ നിന്ന്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടലിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. നമ്മൾ അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ ഈ 4 കാലുകളിൽ കടൽ തട്ടിലോട്ട് ഇറക്കി വെച്ചിട്ട് ഇതൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ 4 ആങ്കറുകൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഈ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് ചലിക്കത്തില്ല. പകരം ഈ ടഗുകളും ബാക്കിയുള്ള സാമഗ്രികളും വന്ന് ഇതിൽ ലോഡ് ചെയ്യുക സാധനങ്ങൾ, അതിനുശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. കൊല്ലം ആസ്ഥാനമായുള്ള സത്യം ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്കാണ് ബാർജ് തീരത്തടുപ്പിക്കാനുള്ള ഏജൻസി ജോലികൾ നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.